വിശദാംശങ്ങളുമായി രാഗൻ തുടരുന്നുണ്ട്. രാഗൻ പറയൂ. അതായത് 2019 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഈ കിഫ്ബി മസാല ബോണ്ട് ഇറക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുകയാണ് ഉണ്ടായത് എന്നതായിരുന്നു വിശദീകരണം. 2150 കോടിയോളം രൂപയാണ് സമാഹരിച്ചത്. അതിൽ ഫെമ നിയമലംഘനമുണ്ട് എന്നതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായി. കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം പൂർത്തിയായ ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. അതായത് ഈ പോലീസ് നടപടിയൊക്കെ പോലെ തന്നെ കുറ്റപത്രം എന്ന് വിശേഷിപ്പിക്കാം. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന ആളുകൾക്ക് ഷോക്കോസ് നോട്ടീസ് പോകും, കാരണം കാണിക്കൽ നോട്ടീസ് പോകും. അത്തരത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ പോയിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകേണ്ടി വരും. അത് പ്രതിനിധി വഴിയോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഈ മറുപടി ഫയൽ ചെയ്യാം. ആ മറുപടി കിട്ടിയ ശേഷം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിരിക്കും ഇതിലൊരു തീരുമാനമെടുക്കുക. 2 ഭാഗവും കേട്ട ശേഷം ഇത് ഫെമ കേസായതുകൊണ്ടാണ് അത്തരം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപായ കാര്യങ്ങളെത്തിയുള്ള നടപടിക്രമങ്ങൾ. PMLA കേസാണെങ്കിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എന്തായാലും അന്ന് ഈ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. എന്നാൽ അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇഡി അതിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി അതിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. കിഫ്ബി ബോർഡ് യോഗമാണ് ഇത്തരത്തിൽ കിഫ്ബി മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം എടുത്തത് എന്നതായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം KM ഇബ്രാഹിമിനെ അടക്കം എന്ന് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കിഫ്ബി ചില രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനടക്കം സമർപ്പിച്ചിരുന്നു. ആ രേഖകളടക്കം വിശകലനം ചെയ്തുകൊണ്ടാണ് ഇഡി കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്ത നടപടിയിലാണ് ഇപ്പോൾ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോയിരിക്കുന്നത്. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന നോട്ടീസല്ല, മറിച്ച് കാരണം കാണിക്കൽ നോട്ടീസാണ്. അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ഒരു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ഒരു ഷോക്കോസ് പോകും ആ ബന്ധപ്പെട്ട ആളുകൾക്ക്. അതിലാണ് മുഖ്യമന്ത്രിക്ക് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ പരമപ്രധാന ചുമതല മുഖ്യമന്ത്രിക്ക് ഉണ്ട്. അതിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കാരണം കാണിക്കൽ നോട്ടീസ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത്. ഇഡിയുടെ കണ്ടെത്തൽ അതിൽ ഫെമ വയലേഷൻ ഉണ്ട് എന്നതാണ്. അത്തരത്തിൽ അവിടെ സമാഹരിച്ച പണം ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിന് ആംഗിൾ ഉണ്ട് എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു. അന്ന് പലർക്കും നോട്ടീസ് നൽകിയിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അന്ന് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നൽകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പറഞ്ഞിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല. അതിനുശേഷം അന്വേഷണം പൂർത്തിയാക്കി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ കുറ്റപത്രം എന്ന് വിശേഷിപ്പിക്കാം കംപ്ലൈന്റ് ഫയൽ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു ഷോക്ക് കോസ് പോയിരിക്കുന്നത്. ഏതായാലും വലിയ ചർച്ചയായ വിഷയമായിരുന്നു കിഫ്ബി മസാല ബോണ്ട്. അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസ് ഇഡി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ച ശേഷം നൽകിയ ഒന്നാണ്. ഇതിൽ ഇനി എന്ത് കാരണം കാണിക്കലാണ് ഇവർക്ക് സമർപ്പിക്കാനാവുക? അത് ഏത് തരത്തിലാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ, ഫെമ ചട്ടലംഘനം നടന്നിട്ടില്ല എന്നത് ബോധ്യപ്പെടുത്താൻ ഇവർക്കാവുക? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്ന നിലപാട് അത്തരത്തിൽ ഫെമ വയലേഷൻ ഇതിന്റെ ആംഗിളിൽ വരില്ല. മാത്രമല്ല ഇതിൽ ബന്ധപ്പെട്ട RBIയുടെ അടക്കം അനുമതിയോടുകൂടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ തോമസ് ഐസക് അടക്കം അന്ന് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് അന്ന് ഇത്തരത്തിലുള്ള നോട്ടീസ് നൽകിയപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലടക്കം പോവുകയും ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് അത് സ്റ്റേ ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വിശദീകരിക്കുക. ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇതിന്റെ അന്വേഷണം ഇഡി പ്രാഥമികമായി പൂർത്തിയാക്കി